നീ കൊറേ കുറ്റം പറഞ്ഞോണ്ട് നടന്നതല്ലേ? എന്നിട്ട് നീ പോയി ഫോട്ടോ എടുത്തു. ഇത് ആർക്ക് കുരുപൊട്ടാനാ? എനിക്കോ? നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുധര കുരു പൊട്ടാനില്ല. മനസ്സിലായോ? കോട്ടയം മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം. മനസ്സിലായല്ലോ? അതുപോലെ ട്യൂബ് ഇട്ട് യൂറിൻ പോലും പോകാതെ ബ്ലഡ് വന്നുകൊണ്ട് അദ്ദേഹം ട്യൂബ് ഇട്ട് കിടന്ന അവസ്ഥയിലായിരുന്നു. സുധിച്ചേട്ടന്റെ മരണ ദിവസം പുള്ളി സുധിച്ചേട്ടന്റെ ഡെഡ് ബോഡി പോലും കാണാനുള്ള ഇത് വന്നില്ല. അതുപോലെ തല കറങ്ങി അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. രേണു ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. എന്തായാലും രേണു ചേച്ചി ഇതിനെ തുടർന്നിട്ട്, അതായത് നമ്മുടെ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ വീഡിയോ ഇട്ടതിനായിട്ട് തുടർന്നിട്ട് ഇഷ്ടംപോലെ റീച്ച് വരാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വെക്കുക. അതായത് ചേച്ചി പറയുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ടോപ്പിക് വെച്ച് റിയാക്ഷൻ ചാനൽസ് എല്ലാവരും റീച്ച് വരുമെന്നില്ലയോ? ഈ ഒരു ടോപ്പിക് വെച്ച് രേണു ചേച്ചി അപ്പുറത്തെ സൈഡിൽ നല്ല രീതിക്ക് റീച്ച് വരുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചേച്ചി ഒരു 10-15 റീൽസ് ഇതിനോടകം തന്നെ ഇട്ട് കഴിഞ്ഞു. അതെല്ലാം ഇതായിട്ടുള്ള റിയാക്ഷൻ ചാനൽസിനെ കുറ്റം പറഞ്ഞു. അതിനകത്ത് എവിടെയും കിച്ചു ചേട്ടനെ കുറ്റം പറഞ്ഞ് ചേച്ചി വീഡിയോ ഇട്ടിട്ടില്ല. ഇതിനെ റിയാക്ട് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ചാനൽസിനെ മിക്ക എണ്ണത്തിനെ വലിച്ചിടുന്നുണ്ട്. അതിനകത്ത് ഒരു ചാനലാണ് ഹൈലൈറ്റ് ചെയ്ത് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് നല്ല രീതിക്ക് തന്നെ വിവാദമായിട്ടുണ്ട്, ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കിച്ചു ചേട്ടൻ്റെ വീഡിയോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വൈറലായിട്ടുണ്ട്. ഏകദേശം 11 ലക്ഷം വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 11 ലക്ഷം വ്യൂസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വിവാദം ആവുമല്ലോ. പ്രത്യേകിച്ച് ആ കിച്ചു ചേട്ടൻ ആ വീഡിയോയ്ക്കകത്ത് പറയാത്ത കാര്യങ്ങളൊക്കെ രേണു ചേച്ചി ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കിച്ചു ചേട്ടനാണെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സുധിച്ചേട്ടൻ മരിച്ച ദിവസമാണെങ്കിൽ ഈ അളിയനും കുറേ ഗ്യാങ്ങും എല്ലാവരും കൂടെ പോയിരുന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്ന് ഫുഡ് കഴിച്ചെന്ന്. രേണു ചേച്ചി അതിനെ റീൽസ് ആക്കി ഇട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ രേണു ചേച്ചി പോയിരുന്ന് ഫുഡ് കഴിച്ചെന്ന്. എന്തൊക്കെയാണ് നോക്കിക്കൊണ്ട് ഒരു റീച്ചിന് വേണ്ടി ആ കിച്ചു ചേട്ടൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ വരെ വന്ന് വെളിയിൽ പറയുക. അത് കഴിഞ്ഞൊരു നമ്മൾ നോക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ കിച്ചു ചേട്ടൻ ആണെങ്കിൽ അതിനകത്ത് രേണു ചേച്ചിയുടെ പേര് 1-2 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നിട്ടായിരിക്കണം രേണു ചേച്ചി ആണെങ്കിൽ കുറേ ഈ കിച്ചു ചേട്ടന് പൈസ അയച്ചു കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വെളിയിൽ കൊണ്ടുവന്ന് സ്ക്രീൻഷോട്ട് അടക്കം. എല്ലാവരും ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരൊരു അമ്മയുടെ കൂട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ചേട്ടൻ എന്തെങ്കിലും പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുടുംബക്കാർ അതിങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് കാണിക്കേണ്ട ആവശ്യം എന്തോന്ന് എല്ലാവരും ചോദിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല. പക്ഷെ സ്വന്തം മക്കൾക്ക് വരെ കൊടുത്തിട്ടും രേണു ചേച്ചി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തുവാന്ന് നോക്കിക്കോണം. ഒരു മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. ഇത് ക്രെഡിറ്റ് ആയിട്ട് കൊണ്ട് നടക്കുകയും വേണ്ട. എന്തായാലും ആ പേയ്മെന്റ് ബ്ലറാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എങ്കിൽ പോലും ബുദ്ധിയുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ സ്ക്രീൻഷോട്ട് വെളി വന്നത്. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പേയ്മെന്റ് എല്ലാവരും കണ്ടാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുമുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 200 രൂപ, 300 രൂപ, 250 രൂപ, 500 രൂപ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്. പിന്നെ പണ്ടങ്ങാണ്ട് ഒരു 1000 രൂപ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടും പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ പേയ്മെന്റ് ബ്ലർ ചെയ്യാതെ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ബ്ലർ ചെയ്ത് കാണിച്ചു. പക്ഷേ ആൾക്കാർ പിടിച്ചിട്ടുണ്ട്. എന്തായാലും രേണു ചേച്ചിയുടെ കള്ളത്തരങ്ങളെല്ലാം ഓരോന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ കിച്ചു ചേട്ടനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഫുഡ് പോയി കഴിച്ചു, 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചെന്ന്. അതിനകത്ത് കിച്ചു ചേട്ടൻ്റെ വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള അളിയനെയും കൂട്ടുകാരെയും കുറിച്ചാണ്. ഇതാണെങ്കിൽ ആദ്യം രേണു ചേച്ചി ഒരു വീഡിയോ കൂടെ വന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ രേണു ചേച്ചി പോയിരുന്ന് കഴിച്ചിട്ടില്ലെന്നാ. രേണു ചേച്ചിയെക്കുറിച്ച് പറഞ്ഞതാക്കി അങ്ങ് മാറ്റി. പിന്നെ ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ അതാണെങ്കിൽ കമൻറ്റ് അയച്ച ആൾക്കാരാ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ളതെന്ന്. കമൻറ്റിലും എവിടെയും കാണാനില്ല രേണു ചേച്ചിയെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. എന്തായാലും തുടക്കത്തിൽ തന്നെ രേണു ചേച്ചിയെ പറ്റി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ടും ബാക്കിയുള്ളത് നോക്കാം. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്നോ? നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത്. ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ മനസ്സിലായോ? അന്നത്തെ ദിവസം ആ അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ചവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ ഇനി സുധിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്നത് ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 ആയപ്പോൾ നമ്മുടെ പൊങ്ങന്താനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുതേ. ഞാൻ അവിടെ തളർന്ന് കിടക്കുമായിരുന്നു. ഞാൻ പോയിട്ടില്ല സുധിച്ചേട്ടനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണം ചോദിച്ചു? നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോൾ ചേട്ടനെ കൊണ്ടുവരാൻ, ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്? ചേച്ചിയും അറിയാത്ത കാര്യങ്ങളും വന്നിരുന്ന് സംസാരിക്കല്ലേ. ചേച്ചി ചോദിച്ച അതേ ചോദ്യം തന്നെ ആൾക്കാർ ഇപ്പോൾ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ പറയാൻ വേണ്ടി നാണം ഇല്ല എന്ന് ആൾക്കാർ ചോദിക്കുന്നത്. എൻ്റെ പൊന്നു രേണു ചേച്ചി, ഈ കിച്ചു ചേട്ടൻ ഇട്ട വീഡിയോ ഫുള്ളായിട്ട് ചേച്ചി ഇരുന്നൊന്ന് കാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അത് തുടക്കം തൊട്ട് അവസാനം വരെ ഇരുന്ന് ഈ കാണാനുള്ളൊരു മര്യാദ അവിടെ കാണിക്കണ്ടേ? അതങ്ങനെ സെലിബ്രേറ്റ് ഇല്ലേ? ചേച്ചിക്ക് സമയമില്ലല്ലോ വെറുതെ പാഴാക്കാൻ വേണ്ടി. അതുകൊണ്ടായിരിക്കണം കിച്ചു ചേട്ടൻ ഇട്ടിട്ടുള്ള 1/2 മണിക്കൂർ വീഡിയോ ചേച്ചി കാണാതെ ഊഹിച്ച് സ്വപ്നം കണ്ടേ അന്ന് രേണു ചേച്ചിയെ പറ്റി കിച്ചു ചേട്ടൻ പറയുന്നേ.
ഒന്ന് തുടക്കം തൊട്ട് അവസാനം വരെ കുത്തിയിരുന്ന് കണ്ടിട്ട് *2 സ്പീഡുണ്ട്. ആ സ്പീഡ് ഇട്ട് കണ്ടുകഴിഞ്ഞെങ്കിൽ 15 മിനിറ്റ് വീഡിയോ തീർന്നത്. അതെങ്കിലും കണ്ടിട്ട് വന്നിരുന്ന് പറയേണ്ടത്. ഇത് ചുമ്മാ ഏതാണ്ടൊക്കെ പറയും. പിന്നെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ കിച്ചു ചേട്ടനെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ള, ചേച്ചിക്ക് കുറെ കമന്റ്സ് വന്നായിരുന്നു, അതാ ചേച്ചി വായിച്ചതെന്ന്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചേച്ചി രംഗത്ത് വന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ തങ്കച്ചമാമനെ അതിനകത്തോട്ട് വലിച്ചഴിച്ചിട്ടുണ്ട്. അതായത് തങ്കച്ചമാമൻ പോയിരുന്ന ഹോട്ടലിൽ പോയി ഇരുന്ന് ഫുഡ് കഴിച്ചെന്നാ കിച്ചു ചേട്ടൻ പറഞ്ഞതെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഞാനൊരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ഓർക്കും ഇതെന്താ എല്ലാ സോഷ്യൽ മീഡിയയിൽ പ്രശ്നം, കുടുംബ പ്രശ്നം തീർക്കാനാണ് സോഷ്യൽ മീഡിയ. ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല. ഇത് ഞാൻ പല വീഡിയോസിലും ചോദിച്ചിട്ടുണ്ട്, കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയ തുറന്നു വെച്ചേക്കുന്നതെന്ന്. ഇത് എന്തോ വീട്ടിൽ എന്തോ ഒരു കൊച്ചു പ്രശ്നം ഉണ്ടായാൽ പോലും ചേച്ചി വന്നിരുന്നു സോഷ്യൽ മീഡിയയിലാണ് വന്നിരുന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്തോ കുടുംബ കോടതിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി. ചുമ്മാ ഇതൊന്നും വീട്ടിൽ പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വന്നങ്ങ് ഊതി പെരുപ്പിച്ചത് റീച്ച് വാങ്ങിച്ച് അങ്ങ് പോകാൻ വേണ്ടിയാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്. പ്രശ്നം ഞാൻ തുടങ്ങി വെച്ചിട്ടുമില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം, സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം മക്കൾക്ക് കൊടുത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത്, 500 രൂപയോ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ ഇത് ഞാൻ തുടങ്ങി വെച്ചതല്ല. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ഷഫീന ബീവി എന്ന് പറയുന്ന തീർത്താത്ത പറഞ്ഞതിൻ്റെ ഉത്തരമാണ്. പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കത് കാണിക്കേണ്ട അവസ്ഥ വന്നത്. അയ്യോ എൻ്റെ പൊന്ന് രേണു ചേച്ചി, ചേച്ചി പൈസ കൊടുത്തിട്ടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ചേച്ചിക്ക് കിച്ചു ചേട്ടനെ ബോധിപ്പിച്ചാൽ പോരെ, ഇതെന്തിനാ നാട്ടുകാരെ ബോധിപ്പിക്കാൻ നിൽക്കുന്നത്? പിന്നെ ചേച്ചി അയച്ചു കൊടുത്ത പേയ്മെന്റ് ലിസ്റ്റ് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 200, 250, 300, അതും ഇത്രയും ദിവസങ്ങൾ ഇടവിട്ടാൽ കൊടുത്തിട്ടുള്ളത്. അത് പെട്രോൾ അടിക്കാൻ എങ്കിലും തികയോ? ഓക്കെ പോട്ടെ, കിച്ചു ചേട്ടനാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള വരുമാനം കിട്ടും. ചേച്ചി ഇപ്പോൾ ചെറിയ രീതിക്കുള്ള പൈസയ്ക്ക് വേണ്ടി തന്നെ ഈ കിച്ചു ചേട്ടൻ വിളിക്കുകയാണെങ്കിൽ ചേച്ചി അവിടെ കാണിക്കുന്നത് എന്തുവാ? ഏതെങ്കിലും കിച്ചു ചേട്ടൻ ഇപ്പോൾ വീഡിയോ കോളാണ് കൂടുതലായിട്ടും വിളിക്കുന്നത് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ, ഏതെങ്കിലും ഒരു ലോക്കൽ മീഡിയ അടുത്തുണ്ടെങ്കിൽ ഈ വീഡിയോ കോൾ ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട്, ആ മോനെ ആ പൈസയാണോ ഞാനങ്ങ് അയച്ചു തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇട്ടേക്കുന്നത്. എന്തായാലും കിച്ചു ചേട്ടൻ ഒരു കമൻറ്റ് നമ്മുടെ ഡാനി സത്യം എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ ഇതിനകത്ത് അയച്ചിട്ടുണ്ട്. എന്തായാലും ആ കമൻറ്റ് ഞാൻ ഇതിനകത്ത് കാണിക്കാം, ബാക്കി പ്ലേ ചെയ്തിട്ട്. അതുപോലെ എൻ്റെ അപ്പൻ സുധിച്ചേട്ടൻ മരിക്കുമ്പം സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. ഓപ്പറേഷൻ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം. പിന്നെ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇനി ഇവിടുന്ന് വണ്ടി വിളിച്ച് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാം, തങ്കച്ചമാമൻ ആ ആശുപത്രി കിടപ്പുണ്ടോ എന്ന് തിരക്കാൻ വേണ്ടി. എന്തുവാ രേണു ചേച്ചി വന്ന് പറയുന്നേ? മനസ്സിലായല്ലോ. അതുപോലെ ട്യൂബ് ഇട്ട് യൂറിൻ പോലും പോകാതെ ബ്ലഡ് വന്നുകൊണ്ട് അദ്ദേഹം ട്യൂബ് ഇട്ട് കിടന്ന അവസ്ഥയിലായിരുന്നു. സുധിച്ചേട്ടൻ്റെ മരണ ദിവസം പുള്ളി സുധിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി പോലും കാണാനുള്ള ഇത് വന്നില്ല. അതുപോലെ തല കറങ്ങി അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അതുപോലെ പുള്ളിക്ക് സീരിയസ് ആയിട്ട് കിടന്ന സമയത്തായിരുന്നു സുധിച്ചേട്ടൻ്റെ മരണം. അല്ലാതെ പപ്പ ഈ പൈസ ഒന്നും അടിച്ചു മാറ്റാനൊന്നും നോക്കിയിട്ടില്ല. പപ്പ പൈസ അടിച്ചു മാറ്റിയെന്ന് ആര് പറഞ്ഞു രേണു ചേച്ചി? ഇത് നോക്കിക്കോണം ആൾക്കാർ മനസ്സവാചം അറിയാത്ത കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറയുമോ? ആദ്യം പറഞ്ഞെന്ന് പറയുമ്പോൾ ഹോട്ടലിൽ പോയി, രണ്ടാമത് പറഞ്ഞൊരു കാര്യം പപ്പയാണെങ്കിൽ സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പപ്പ കാശൊന്നും അടിച്ചു മാറ്റിയിട്ടില്ലെന്ന്. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അന്യൻ സിനിമയ്ക്കകത്ത് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതായത് ഒരു ഭാഗത്ത് വന്നിട്ട് അന്യം മാതിരിയോ ദേഷ്യപ്പെട്ട് സഹിച്ച് സംസാരിക്കും, അടുത്ത ഭാഗത്ത് വരുമ്പോൾ അമ്പിയ ഭയങ്കര ശാന്ത സ്വരൂപിണിയായിരിക്കും, അപ്പുറത്ത് വരുമ്പോൾ റമോ ആകുമ്പോൾ അറിയാമല്ലോ ഭയങ്കര ക്യൂട്ട്നെസ് വിട്ട് ഫിൽറ്റർ ഓണാക്കിയിട്ട് റീൽസ്. എന്തുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉറച്ചിരിക്കും. ഒരു ഭാഗത്ത് വന്നിട്ട് ഈ കിച്ചു ചേട്ടനെ അതേപോലുള്ള റിയാക്ഷൻ ചാനൽസിനെ തെറി പറഞ്ഞിട്ട് ഇപ്പുറത്തെ ഒരു സൈഡിൽ വന്നിരുന്നിട്ട് ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നു, അപ്പുറത്തെ ഒരു സൈഡിൽ വന്നിട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഏതെങ്കിലും ഒരു സ്വഭാവത്തെ ഉറച്ചു നിൽക്കി രേണു ചേച്ചി, ഇതെന്തോ സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇനി നമ്മൾ പറഞ്ഞ കൂട്ട് തന്നെ നമ്മുടെ ആദ്യം രേണു ചേച്ചിയുടെ ഒരു വീഡിയോ പ്ലേ ചെയ്തല്ലോ, അതായത് രേണു ചേച്ചി പറയുന്നത് കിച്ചു പറഞ്ഞിട്ടുള്ളത് കൂട്ടി ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ ഒന്നും പോയിരുന്ന് ഫുഡ് കഴിച്ചിട്ടില്ലെന്ന്. ഇതിനെ തുടർന്നിട്ട് ഡാനി സത്യം എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ ആണെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ താഴെ ആണെങ്കിൽ കിച്ചു ചേട്ടൻ വന്നൊരു കമൻറ്റ് വായിച്ചിട്ടുണ്ട്. എന്തായാലും ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. ഹായ് ബ്രോ, ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് എന്താ എന്ന് വെച്ചൊക്കെ എന്തെങ്കിലും പൈസ ചോദിക്കുന്ന മാത്രമാണ്, വേറെ ഒരു കോണ്ടാക്റ്റും ഇല്ല ഞങ്ങൾ തമ്മിൽ. ഇടയ്ക്ക് വല്ലതും വീഡിയോ കോൾ ചെയ്യും, എന്നിട്ട് ആരെങ്കിലും ഒക്കെ കാണിച്ചു തരും, എന്നിട്ട് പറയും ഇപ്പോൾ ഇട്ട് തരാടാന്ന്. അതേ ഉള്ളൂ ഒരു കോണ്ടാക്റ്റ്. അതായത് ഈ കിച്ചു ചേട്ടൻ ഈ കമൻറ്റിൽ കൂടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ രേണു ചേച്ചി എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ, ചില വീഡിയോ കോളോ വല്ലതും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കാണിച്ച് ഇങ്ങനെ അങ്ങ് പ്രഹസനം മാതിരി ഫോണും പൊക്കി പിടിച്ചോണ്ട് നിന്നിട്ട് പറയും, ആ ഞാൻ ഇപ്പോൾ ഇട്ട് തരാൻ മോനെ, ഞാൻ ഇപ്പോൾ ഇട്ട് തരാമെന്ന് പറയും. ഇത് ഈ ആൾക്കാരെ കാണിക്കേണ്ട ആവശ്യം എന്തുവാ? ഈ ലോക്കൽ മീഡിയാസിൻ്റെ അടുത്ത് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരിഹരിച്ച് തരുമോ? ഇല്ല, ലോക്കൽ മീഡിയാസ് ക്യാമറ പൊക്കി പിടിച്ചോണ്ട് എന്ന് കഴിഞ്ഞാൽ ചേച്ചി അങ്ങ് തള്ളു തുടങ്ങും. അത് നമ്മൾ തുടക്കം തൊട്ടേ കണ്ടിരുന്ന ഒരു കാര്യം തന്നെ. ഈ കിച്ചു ചേട്ടൻ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫോൺ തിരിച്ച് അവരെ കാണിക്കേണ്ട ആവശ്യം എന്തുവാ?
മൈക്കിനോട് ചേർത്ത് പിടിച്ച് ഫോണും തിരിച്ചു പിടിച്ച് അങ്ങ് നീക്കി. കിച്ചുചേട്ടൻ വിളിക്കുന്നത് ചേച്ചിയുടെ സംസാരിക്കാൻ, അതിനെന്തിനാ ഈ ലോക്കൽ മീഡിയാസിനെ കാണിക്കുന്നത്? പിന്നെ കിച്ചുചേട്ടൻ എവിടെയും പറഞ്ഞിട്ടില്ല രേണു ചേച്ചി അങ്ങനെ, കിച്ചുചേട്ടൻ അങ്ങനെ. പണ്ടത്തെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ മാത്രമേ കിച്ചുചേട്ടൻ ആ വീഡിയോ കൂടെ പറഞ്ഞിട്ടുള്ളൂ. അന്നേരം അങ്ങനെയായിരുന്നു, ഒരു റൂമിൽ മാത്രം ഒതുങ്ങി കൂടി ഒരു കമ്പ്യൂട്ടറിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു മാനസികാവസ്ഥ മാത്രമേ കിച്ചുചേട്ടൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇത്രയും അങ്ങ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി എന്തോ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. ചേച്ചി ആണെങ്കിൽ കിച്ചുചേട്ടൻ വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമേ കമൻസ് ഒക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുമ്പ് കമൻസ് വായിക്കത്തില്ല, റിയാക്ഷൻ വീഡിയോസ് കാണത്തില്ല, ട്രോൾ വീഡിയോസ് കാണത്തില്ല എന്നൊക്കെ പല പ്രാവശ്യം വന്നിട്ട് അങ്ങ് ഡയലോഗ് ഇടുന്ന ഏക്കായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞെന്ന് പറയുമ്പോൾ ഇതൊന്നും എനിക്ക് ഏക്കത്തേ അല്ല, ഇതൊക്കെ എനിക്ക് രോമത്തിൽ കൊള്ളത്തിൽ നിന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ എടുത്ത് കാണിക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ എന്താ പറ്റി രേണു ചേച്ചി? ചില സമയം വന്നിരുന്ന് കരഞ്ഞു വിഴുങ്ങും, ചില സമയം വന്നിരുന്ന് ക്യൂട്ട്നെസ് ഇടും, ചില സമയം പറയും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ചേച്ചി. ആർക്കും മനസ്സിലാവുന്നില്ല ചേച്ചിയുടെ സ്വഭാവം. ഇതുകൊണ്ടൊക്കെ തന്നെ ചേച്ചി ഇതിനെ റിയാക്ട് ചെയ്ത് കരഞ്ഞു വന്ന് റീൽസ് ഇട്ടപ്പോഴും ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കിയത് നാടകമാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി വെച്ച്. എന്തായാലും രേണു ചേച്ചി വേറൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെന്ന് രേണു ചേച്ചി സപ്പോർട്ട് ചെയ്ത ഒരാൾ കമൻറ്റ് അയച്ചതിനെ തുടർന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എന്തായാലും ഞാൻ വായിക്കാം. രേണുവിൻ്റെ മകൻ കിച്ചുവിനെ കൊണ്ട് ആരോ റീച്ചിന് വേണ്ടി എന്തൊക്കെയോ പറയിപ്പിച്ചു. അത് എല്ലാവരും ഏറ്റെടുത്ത് പൈസ ഉണ്ടാക്കുന്നു. അവർ ചാകുമെന്ന് പറഞ്ഞപ്പോൾ ചാകാൻ പറയുന്നു. രേണുവിനേക്കാൾ മോശമായി എത്ര ആൾക്കാർ നടക്കുന്നു, പക്ഷേ രേണുവിനെ മാത്രം എല്ലാവരും കണ്ടന്റ് ആക്കുന്നു. ഭയങ്കര വിഷമമായിട്ടുള്ളൊരു ഇമോജി. അവിടെ കിച്ചു ചേട്ടനാണെങ്കിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക പ്ലീസ്. ആ കിച്ചു ചേട്ടനാണെങ്കിൽ രേണു ചേച്ചിയെ പറ്റിയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഇത്രയും അങ്ങ് ഇതാവുന്ന എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. കിച്ചു ചേട്ടനാണെങ്കിൽ അതിനകത്ത് രേണു ചേച്ചിയുടെ പേര് പറയുന്നത് 1-2 പ്രാവശ്യം എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ എപ്പോഴും അതിനകത്ത് രേണു ചേച്ചി വന്നിരുന്ന് അങ്ങ് റീൽസ് ഇടും. അതിനെ തുടർന്ന് 2 പ്രാവശ്യം പേര് പറഞ്ഞിട്ടുള്ളൂ. അതിനെ തുടർന്ന് രേണു ചേച്ചി അങ്ങ് റീൽസ് ഇട്ടങ്ങ് മരിക്കുക. പിന്നെ ഒരു സംഭവം എന്ന് പറയുമ്പം ഈ കിച്ചു ചേട്ടനാണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞല്ലോ, അതിനകത്താണെങ്കിൽ പല ആൾക്കാരുടെ പേര് പല പ്രാവശ്യമായിട്ട് വലിച്ചിടുക. ആദ്യമാണെങ്കിൽ രേണു ചേച്ചി വന്ന് പറഞ്ഞ് എന്നെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ എവിടെ പോയിരുന്നു എൻ്റെ പൊന്നു മനുഷ്യരെ എന്നാണ് രേണു ചേച്ചി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് ഇപ്പോൾ വലിച്ചഴിച്ചേക്കുന്നത് നമ്മുടെ തങ്കച്ച മാമൻ്റെ പേരും. ഇത് ഏതെങ്കിലും ഒരു പേര് അവിടെ ഉറച്ച് നിർത്തി രേണു ചേച്ചിക്ക് റീച്ച് വേണമെങ്കിൽ ഇതിനെ തന്നെ വെച്ചെന്തോത്തിനാ ഈ വീഡിയോ ഇടുന്നത്? കഴിഞ്ഞിട്ടില്ല, ഇതൊന്നുമല്ല 3 പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇതിപ്പോൾ 2 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ താണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ആയിട്ട് ചേച്ചി ഇട്ടിട്ടുള്ള റീൽസ് എന്ന് പറയുമ്പോൾ ഈ ഫിൽറ്റർ ഓൺ ആക്കിയിട്ടുള്ള ഒരു ഡാൻസാ കണ്ടു. ഫിൽറ്റർ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഫിൽറ്റർ ആണോ അത് മേക്കപ്പ് ആണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ഫിൽറ്റർ ഓൺ ആക്കിയിട്ടുള്ള ചേച്ചിയുടെ റീൽസാ സഹിക്കാൻ വയ്യാത്ത. കുഴപ്പമില്ല, രേണു ചേച്ചി കാശ് കൊടുത്ത് മേടിച്ച ഫോണിൽ ചേച്ചി ഫിൽറ്റർ ഇട്ട് വീഡിയോ ഇട്ടോ. പക്ഷെ ഇങ്ങനെ വന്നിടന്ന് വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ചേച്ചി ഫിൽറ്റർ ഓൺ ആക്കിയിട്ട് വീഡിയോ ചേച്ചിയുടെ ഗാലറി മാത്രം ഇട്ടാൽ മതി. എന്തിനാ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടിട്ട് ഞങ്ങളെ കൂടെ വെറുപ്പിക്കുന്നത്? പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ലെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ ഒരു അവസ്ഥ തന്നെ രേണു ചേച്ചിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം വന്നാലും രേണു ചേച്ചി പിടിച്ച് നിൽക്കത്തില്ലയോ? ഇത് ഒരു അപാര തൊലിക്കട്ടി തന്നെ കേട്ടോ. ഉച്ച വീണ് കഴിഞ്ഞാൽ 4 കാലയിലേ ഉള്ളൂ. അതേ ഒരു അവസ്ഥ തന്നെ രേണു ചേച്ചിയുടെ കാര്യത്തിൽ. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ കിടക്കുന്നതെന്നാണ് നമുക്ക് കാണണ്ട. കാരണം നാളെ 2-ാം തീയതി രേണു ചേച്ചി റാസൽ കൈമിന്ന് കേരളത്തിലോട്ട് ലാൻഡ് ചെയ്യും. എന്തായാലും ഇപ്പോഴേ രേണു ചേച്ചി പറഞ്ഞൊരു ഡയലോഗ് മനസ്സിലായ, ചേച്ചി ഫ്ലവർ അല്ല ഫയർ. ഇനി നാളെ ചേച്ചി ഫയർ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വന്നു. എന്തായാലും എയർപോർട്ടിൽ ചേച്ചിക്ക് വൻ സ്വീകരണം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. എന്തായാലും എയർപോർട്ടിലൊക്കെ വന്ന് ഫയർ കാണിക്കുന്നത് പിന്നെ എന്തായാലും ഇതിന് മുമ്പ് ചേച്ചി ഫയർ ആണെന്ന് പിന്നെയും തെളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേണു ചേച്ചിക്ക് തെറി പറയാൻ അറിയത്തില്ലെന്ന് ആരാ പറഞ്ഞേ? രേണു ചേച്ചി അടുത്ത റിയാക്ഷൻ ചാനൽസിന്റെ തലയിൽ കയറിയിട്ടുണ്ട്, നോക്കിക്കോ. എടി തീർത്താത്തെ, നീ ഒരു ഫോട്ടോ ഇട്ടിട്ട് കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ എന്ന്. നീ ആരുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് ആർക്കെന്ത് കുരു പൊട്ടാനാ? നീ കൊറേ ആർക്കെന്ത് കുരു വെട്ടാനാ? ആ ഫോട്ടോ അങ്ങോട്ട് വന്ന് 1 മണിക്കൂറിനുള്ളിൽ ആ രേണു ചേച്ചി കുരു പൊട്ടിപ്പോ വീഡിയോ ഇട്ടേക്കുന്നത്. എന്റെ പൊന്നു രേണു ചേച്ചി, ഒരു 1.5 കുരു മിക്കവാറും പൊട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞ. കൊറേ കുറ്റം പറഞ്ഞോണ്ട് നടന്നതല്ലേ? എന്നിട്ട് നീ പോയി ഫോട്ടോ എടുത്തു. ഇത് ആർക്ക് കുരു പൊട്ടാനാ? എനിക്കോ? എനിക്ക് കോപ്പ് പൊട്ടും കുരു. പിന്നല്ല, അത് പൊട്ടാത്തോണ്ടാ രേണു ചേച്ചി സ്റ്റോറിയിൽ ഇങ്ങനെ ഒന്ന് നടന്ന് വിഷമം പറയുന്നത്. കണ്ണു നിറഞ്ഞോണ്ടാ രേണു ചേച്ചി അവിടെ നിന്ന് ചിരിക്കുന്നത്. അന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണേ. രേണു ചേച്ചി അഭിനയത്തി വെല്ലാൻ വേണ്ടി വേറെ ആരുമില്ല. അതുകൊണ്ടല്ലേ സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പാവങ്ങളുടെ തമന്നയാന്ന്. എടി നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുധര കുരു പൊട്ടാനില്ല, മനസ്സിലായോ? ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും വിളിക്കുക. പിന്നെ റിയാക്ഷൻ ചാനൽസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷനോളികൾ എന്ന് പറയുകയും ചെയ്യുക. പിന്നെ തങ്കച്ചമാമനെ ആരെങ്കിലും തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ രേണു ചേച്ചി പിന്നെ ഇവിടെ വന്നിടന്നെങ്കിൽ രൂക്ഷാകലേ ആകുമോ?
ഇപ്പൊ ഏതാണ്ട് റിയാക്ഷൻ ചാനൽസിന്റെ മേളിൽ പോയി കയറിയിട്ടുണ്ട്. എന്തായാലും നല്ല രീതിക്ക് എന്റെ ചേച്ചിക്ക് കിട്ടും കേട്ടോ. ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഗൾഫിൽ നിന്ന് കഴിഞ്ഞാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നകുലന്റെ നാഗവല്ലി രേണു ചേച്ചിയുടെ പുറത്തോട്ടെങ്കിൽ വരും. പിന്നെ രേണു ചേച്ചിയുടെ തനി സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവരുടെ നെഞ്ചത്ത് തോം തോം തോം. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. നീ എന്ത് വേണേലും കാണിക്കടി മറ്റവളെ ഷെഫീന. എന്ത് വേണമെങ്കിലും കാണിക്കുന്ന രേണു ചേച്ചി പറഞ്ഞേക്കുന്നത്. എന്ത് വേണമെങ്കിലും കാണിക്കുന്നതൊന്നും എനിക്ക് കേൾക്കത്തില്ല. അതെങ്ങനെ കേൾക്കാനാ? തൊലിക്കട്ടി അപാരമല്ലേ തൊലിക്കട്ടി. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, എന്തായാലും രേണു ചേച്ചി ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ കാണാനില്ലെങ്കിൽ ലോക്കൽ മീഡിയാസ് ഇഷ്ടംപോലെ ആൾക്കാർ കാണും. എന്തായാലും നമുക്ക് കണ്ടേനെ അറിയാം. ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും. എന്തായാലും രേണു ചേച്ചിയുടെ ലാൻഡിങ് വൻ തരംഗമായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇതിനെ തുടർന്നിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും എന്താണ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഇതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ല് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രേറ്റ് പോകാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.